ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചേ. ആ വഴി നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ. അപ്പോൾ ശങ്കരനെയാണ് വെക്കേഷനായിട്ട് എങ്ങും കൊണ്ടുപോയില്ല. അവന് മൂഡ് ഓഫ്, കളിക്കാൻ പറ്റുന്നില്ല, കളിക്കാൻ ആരുമില്ല. അപ്പോൾ ഇന്നൊരു ട്രിപ്പ് പോകുമെന്ന് കരുതി. ഞാനും അച്ഛനും കുഞ്ഞുങ്ങളും അമ്മയും പിന്നെ ബ്രദറും ഉണ്ട്. കാറിനാണ് പോകുന്നത്. അപ്പോൾ അവിടെ ആലപ്പുഴ ബീച്ചിലെന്തോ കാർണിവലോ മറ്റോ നടക്കുന്നുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് പോയിട്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോകാൻ പിള്ളേർക്ക് കളിക്കാനും ഒക്കെയുള്ള സംഭവങ്ങളൊക്കെയാണെന്ന് കരുതി ഞങ്ങൾ പോയി. ഫസ്റ്റ് അമ്പലത്തിൽ ചെന്ന് നമ്മുടെ അവിടെ നിന്നൊരു 1 മണിക്കൂർ ചെല്ലുമ്പോൾ ഒരുമാതിരി ഞങ്ങൾ ചെന്നപ്പം അവിടെ അഖണ്ഡനാമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ എന്തോ സപ്താഹം എന്തോ നടക്കാൻ പോവാം കേട്ടോ. അപ്പം അഖണ്ഡനാമം കുറച്ച് ദിവസം കൊണ്ട് അഖണ്ഡനാമം നടക്കുവാന്ന് പറഞ്ഞു. പിന്നെ ഞാനും അച്ഛനും എല്ലാവരും അവിടെ ഇങ്ങനെ കറങ്ങി കിടന്ന് കടകളുമൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുക. അപ്പം ശങ്കരനൊന്നും വേണമെന്ന് പറഞ്ഞില്ല. എന്നിട്ട് ലാസ്റ്റിൽ ഒരു കടയിൽ പോയി വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് 2-3 ദിവസം മുന്നേ ഞങ്ങൾ വിചാരിച്ചൊന്ന് അമ്പലപ്പുഴ പോയിട്ട് ഈ ബീച്ചിൽ കാർണിവൽ കാണാൻ പോകാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം പിന്നെ അറിഞ്ഞ മറ്റേ ഹോട്ടൽ ഉടമകളുടെ സമരവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ചിക്കു ഷേക്കും മറ്റേ സോഡ സർബത്തും ഒക്കെ കുടിച്ചിട്ട് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് നടന്നിങ്ങനെ കണ്ട്. അപ്പോൾ നമ്മൾ പാൽപ്പായസത്തിന് എഴുതിച്ചിട്ടുണ്ടായിരുന്നേ. അത് ഇപ്പോൾ വില കൂട്ടി 1 ലിറ്ററിന് 240 രൂപയാക്കി. എന്നിട്ട് പിന്നെ ഞാൻ 12 മണി തൊട്ട് 12 മണിക്ക് നിൽക്കാൻ പോവാൻ ഞാൻ കുറച്ച് നേരം നിന്ന് 12:45 വരെ ഞാൻ നിന്നു. അപ്പോൾ അച്ചു പറഞ്ഞു കുറച്ചുകൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് 1:15 ഗൈസ് പായസം കിട്ടിയപ്പം കേട്ടോ. എന്നിട്ട് ഞങ്ങൾ നടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുത് ഭയങ്കര വെയിൽ, പായസമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇനി നേരെ ബീച്ചിലോട്ടൊക്കെ പോകാൻ പ്ലാൻ. പക്ഷേ ഇന്ന് ഹോട്ടലും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതാണിത്. അപ്പോൾ ഹോട്ടലൊന്നും ഇല്ലാതെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ചോറൊക്കെ കൊണ്ടുവന്നായിരുന്നു. പിന്നെ കഴിച്ചിട്ട് ഒരു വെയിൽ കാണിട്ട് നമുക്ക് ബീച്ചിലോട്ട് പോകാം. ഒരാൾ ഉടുപ്പില്ലാതെ കാണുന്നവരെയൊക്കെ വാവാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക. ആരും വിചാരിക്കും നട്ട വെയിലത്ത് ഞങ്ങൾക്ക് ബീച്ചിൽ പോകാൻ വട്ടാണെന്ന്. സത്യം വട്ടാന്ന് തോന്നുന്നത്. നല്ല വെയിലുണ്ടായിട്ട് അപ്പം അച്ചും കുഞ്ഞും ഒക്കെ അവനെ കൊണ്ട് അങ്ങനെ വെയിലത്ത് ഇറങ്ങിയില്ല. കുറച്ച് വെയിലൊക്കെ താന്നിട്ടാണ് ഇറങ്ങിയത്. എന്നിട്ട് നല്ല കാറ്റും നല്ല തിരമാലയും ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ദാഹിച്ചിട്ട് ഒരു സർബത്ത് കുടിച്ചു. ഒരു കാശിനും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. ചീറ്റിപ്പോയി. ഞങ്ങളിവിടെ മറ്റേ എക്സ്പോ കാണാൻ വേണ്ടിയാണ് വന്നത്. അപ്പം ഇവിടെ കടയിലെ ചേട്ടന്മാരൊക്കെ പറയുന്നു അത് നിർത്തി, എന്തോ വെള്ളത്തിൻ്റെ ഇഷ്യൂ കാരണം നിർത്തി വെച്ചേക്കുക എന്നൊക്കെ പറയുന്നു. വലിയത്തി വന്നത് പക്ഷേ ചീറ്റിപ്പോയി. നേരെ തിരിച്ച് വീട്ടിൽ പോകാതെ എന്ത് ചെയ്യാനാ. എന്നിട്ട് ഞങ്ങൾ ഉപ്പിലിട്ട കാര്യങ്ങളുമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് അപ്പക്കൊണ്ട് അയച്ചിട്ട് വെച്ച് കൊടുത്ത് അതിൻ്റെ എക്സ്പ്രഷൻ കണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴയും ഒക്കെ ഉണ്ടായിരുന്നു, മഴക്കോളുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അവിടെയൊക്കെ നല്ല മഴയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4:30 ഇറങ്ങി കുറച്ച് കഴിഞ്ഞ് പിള്ളേരൊക്കെ അങ്ങ് ഉറങ്ങിയായിരുന്നു. ഞങ്ങൾ വന്ന വഴിക്ക് ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഞങ്ങൾ രാജ് ബേക്കറി കയറി ഷവർമയൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.